ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ച് നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉച്ചസമയത്ത് ഒന്നടങ്ങിയ പ്രതിഷേധ ജ്വാലകൾ വീണ്ടും സജീവമാകുന്നു. തലസ്ഥാനത്താണ്, തിരുവനന്തപുരത്താണ്. ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ തുടർച്ചയായുള്ള പിഴവുകളിൽ, അനാസ്ഥയിൽ, അലംഭാവത്തിലൊക്കെ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗിന്റെ മാർച്ച് നടക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെയും BJPയുടെ ഒക്കെ മാർച്ച് പലയിടങ്ങളിലായി നടന്നിരുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ മാർച്ച് കൂടി തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രി വീട്ടിലേക്ക് നടക്കുന്നു. സംസ്ഥാനത്തുടനീളം ഒരുപാട് പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ പ്രതിഷേധങ്ങൾ കണ്ടു. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കും നേരത്തെ പ്രതിഷേധങ്ങൾ കണ്ടു. ഒടുക്കമിത യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും മാർച്ചും. അതിലേക്ക് പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചു. അവർക്ക് ജലപീരങ്കി പ്രയോഗിക്കാൻ അവർക്കെതിരെ എന്നുള്ളതാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുറച്ചധികം പ്രവർത്തകരുണ്ട്. ഈ ബിന്ദുവിന്റെ മരണം കെട്ടിടം MG പ്രതീക്ഷ ഈ വന്ന ഉടൻ തന്നെ നേരെ ബാരിക്കേഡ് ചാടിക്കടക്കാനാണോ ശ്രമിച്ചത്? ജലപീരങ്കിയിലേക്ക് വളരെ പെട്ടെന്ന് ഉടനടി കടക്കാൻ പോലീസിനുണ്ടായ കാരണമെന്താണ്? സുഹൈല, വലിയ പ്രതിഷേധം. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ വീണ്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധവുമായി മാർച്ച് എത്തി ഉടൻ തന്നെ ഒരു പ്രകോപനം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് തുടർച്ചയായി 3 തവണ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് PK ഫിറോസിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് 50 മീറ്റർ ഇപ്പുറം ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടയുന്ന കാഴ്ചയാണ്. പോലീസിനെതിരെയും മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും പ്രവർത്തകർ കൂട്ടമായി ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നും ബാരിക്കേഡിന് ഇപ്പുറത്തു നിന്നും പ്രവർത്തകർ കൂട്ടമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. ആരോഗ്യമന്ത്രി രാജിവെച്ച് പോകണമെന്നതാണ് പ്രവർത്തകരുടെ ആവശ്യം. തുടർച്ചയായി ആരോഗ്യ വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണതിൽ ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായ അനാസ്ഥയാണ് എന്നതാണ് പ്രവർത്തകർ പറയുന്നത്. കുപ്പികളും പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കമ്പുകളും പൈപ്പുകളും ഒക്കെ തന്നെ പോലീസിന് നേരെ വലിച്ചെറിയുന്നു. അങ്ങനെ പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധം. സുഹൈൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചൊരു സമരച്ചൂട് തന്നെയാണ് രാവിലെ മുതലുള്ളത്. തുടർച്ചയായി ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു. ആദ്യഘട്ടത്തിൽ BJP ആണ് ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് RYFന്റെ മാർച്ച് നടന്നു. പിന്നീട് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് ഈ സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു. അങ്ങനെ വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം നടത്തുകയാണ്. പ്രധാനമായും പല വിഷയങ്ങളാണ് ആരോഗ്യ വകുപ്പിനെതിരെ ഇവർ ഉന്നയിക്കുന്നത്. കാരണം തുടർച്ചയായി ഉയരുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പരാതികൾ, ഒപ്പം ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥ, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മാറ്റിവെച്ചെന്ന ഒരു വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തൽ, ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അധികൃതരുടെ അനാസ്ഥയിൽ കെട്ടിടം തകർന്നു വീണ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം. അങ്ങനെ ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് പോകണമെന്നതാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്ന കാര്യം. ഈ രാജിവെച്ച് ഒഴിയും വരെ പ്രതിഷേധം തുടരും. മന്ത്രിയെ തെരുവിൽ തടയും എന്നതുൾപ്പെടെ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഒരു ഭാഗം പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായി 4ാം തവണയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ആ ജലപീരങ്കിക്ക് മുന്നിൽ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കൂട്ടമായി തറയിൽ കിടന്നും പ്രതിഷേധിക്കുന്നു. പ്രവർത്തകർക്കുൾപ്പെടെ ഈ സാരമായി പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ട്. ജലപീരങ്കി ശക്തമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. 2 വരുൺ എത്തിച്ചാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഈ 2 വണ്ടികൾ കൊണ്ടിട്ട് 2 വരുൺ വണ്ടികൾ കൊണ്ടിട്ടാണ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടക്കുന്നു. അപ്പോഴും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. തുടർച്ചയായി പ്രതിഷേധം, മുദ്രാവാക്യം, ബാരിക്കേഡ് മറികടക്കാനുള്ള
ശ്രമം. അങ്ങനെ വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഉണ്ടാകുന്നു. അവർ പ്രധാനമായും സർക്കാരിനെയും ആരോഗ്യമന്ത്രിയുമാണ് വിമർശിക്കുന്നത്. ഈ കോട്ടയത്തുണ്ടായ അനാസ്ഥയിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വകുപ്പിന്റെ ഉത്തരവാദിത്തം കൃത്യമായി ആരോഗ്യവകുപ്പ് നിറവേറ്റിയില്ല. ഒപ്പം ഈ അപകട സമയത്ത് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനകൾ രക്ഷാപ്രവർത്തനത്തെ താളം തെറ്റിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഈ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഈ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തലസ്ഥാന ജില്ലയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു. അത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കേന്ദ്രീകരിച്ചും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ പി.കെ. ഫിറോസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിനൊരു താൽക്കാലിക അയവുണ്ടായിട്ടുണ്ട്. ഈ മുദ്രാവാക്യം വിളിക്കുകയും ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് ഈ പ്രവർത്തകർ കുത്തിയിരുന്നും തറയിൽ കിടന്നുമൊക്കെ തന്നെ പ്രതിഷേധിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യൂത്ത് ലീഗ് പി.കെ. ഫിറോസിന്റെ നേതൃത്വത്തിൽ ഈ മാർച്ച് ഉദ്ഘാടനം നടക്കും. പി.കെ. ഫിറോസ് ഉൾപ്പെടെയുള്ള അവർ സംസാരിക്കും. എന്തായാലും വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ആരോഗ്യമന്ത്രി ഓഫീസിലാണ് ഉള്ളത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മന്ത്രി എത്തിയിട്ടില്ല. ഒരു പ്രതിഷേധങ്ങളുടെ സാഹചര്യം പരിഗണിച്ചു കൂടിയാണ് മന്ത്രി ഇങ്ങോട്ടേക്ക് എത്താത്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഈ സുരക്ഷ കൂട്ടിയിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ രാവിലെ മുതൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി പോലീസുകാരെ സുരക്ഷയ്ക്ക് ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മന്ത്രി പോകുന്ന ഇടങ്ങളിലും വഴികളിലുമൊക്കെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം സർക്കാരിന്റെ പ്രതിനിധികൾ മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ ആരോഗ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ തുടർച്ചയായി കടന്നാക്രമിക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അല്പസമയം മുമ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. 6 മാസം കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ 10 മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ആരോഗ്യവകുപ്പിന്റെ പിഴവിൽ സർക്കാരിനെ ഒട്ടുക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷ സംഘടനകൾ നേതൃത്വം നൽകുന്നത്. അവർ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായി തന്നെ യൂത്ത് ലീഗിന്റെ മാർച്ചാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ചാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് നടന്നത്. അതിലേക്കാണ് ജലപീരങ്കി അടക്കം പോലീസ് പ്രയോഗിച്ചത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്.